afternoon. Good afternoon, Miss. This call is now being recorded. Hello, hello. Hello, good afternoon. Good afternoon, Miss. Okay. കഴിഞ്ഞ ദിവസത്തെ എന്തെങ്കിലും നമ്മൾ ബാക്കി വെച്ചിരുന്നോ? വല്ല ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് പറയും. ഹലോ ഹലോ. ഓണം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ ആൾക്കാർക്ക് എനർജി ഒന്നും ഇല്ലല്ലോ. 2 ഹോംവർക്ക് ഉണ്ടായിരുന്നു. 2 ഹോംവർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു. ഹോംവർക്ക് എന്തോ നിങ്ങൾക്ക് 2 പ്രോബ്ലം ചെയ്യാനായിട്ട് തന്നതുപോലെ എന്റെ ഒരു ഓർമ്മയിലുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചാൽ. അല്ലെങ്കിൽ ഞാൻ വേഗം അടുത്ത നമുക്ക് ഇന്ന് കൊണ്ടുവന്നേക്കണ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചേനെ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആൻസർ പറഞ്ഞേ. ഒരു വൃത്തഭാഗത്തിന്റെ ആരം 14 സെന്റിമീറ്ററും അതിന്റെ കേന്ദ്രകോൺ 36 ഡിഗ്രി എങ്കിൽ വൃത്താംശത്തിന്റെ പരപ്പളവ് എത്ര? പരപ്പളവ് എത്ര എന്നാണ് ഒരു വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ. വൃത്താംശമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വൃത്താംശം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വൃത്തത്തിൽ നിന്ന് നമ്മൾ നടുവിൽ നിന്ന് ചെയ്തെടുക്കുന്ന ഭാഗം. അപ്പൊ അതിനെ വിളിക്കുന്നത് വൃത്താംശം എന്നാണ്. സെക്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഈ വൃത്താംശത്തിന്റെ പരപ്പളവാണ് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ കേന്ദ്രകോൺ തന്നിട്ടുണ്ട്. കേന്ദ്രകോൺ എത്രയാ? ആംഗിൾ 36 ഡിഗ്രി. 36 ഡിഗ്രി. അപ്പൊ 36 എന്ന് പറഞ്ഞേ. അതെ അതെ. അപ്പൊ എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് 36 ഡിഗ്രിയാണ്. 36 ഡിഗ്രിയാണ് ഇതിന്റെ കേന്ദ്രകോണിന്റെ അളവ്. ഇനി പറഞ്ഞിരിക്കുന്നതിന്റെ റേഡിയസ് തന്നിട്ടുണ്ടോ? വൃത്തത്തിന്റെ ആരം തന്നിട്ടുണ്ടോ? 14 സെന്റിമീറ്റർ. 14 സെന്റിമീറ്റർ ഈസ് ദ റേഡിയസ്. ആർ എന്ന് പറയുന്നത് 14 ആണ്. 14 സെന്റിമീറ്റർ റേഡിയസ് തന്നിട്ടുണ്ട്. നിങ്ങളോട് വൃത്താംശത്തിന്റെ പരപ്പളവ് കാണാനാണ്. കഴിഞ്ഞ ദിവസം നമ്മള് വൃത്തവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു അല്ലെ? വൃത്തത്തിന്റെ പരപ്പളവ് കാണാൻ, വൃത്തത്തിന്റെ എന്താ പറയാ പെരിമീറ്റർ ചുറ്റളവ് കാണാൻ, അതുപോലെ വൃത്താംശത്തിന്റെ ചുറ്റളവും പരപ്പളവും ഒക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അതിന്റെ ഇക്വേഷൻസ് ഒക്കെ തന്നിരുന്നില്ലേ? തന്നിരുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താണ് വൃത്താംശത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ? നമ്മൾ അവിടെ എഴുതി വെച്ചിരുന്നല്ലോ. പൈ ആർ സ്ക്വയർ എക്സ് ബൈ 360. പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ഡിഗ്രി ബൈ 360 ഡിഗ്രി അല്ലെ? എക്സ് ഡിഗ്രി ബൈ 360 ഡിഗ്രി. ഇതാണ് നമ്മളുടെ വൃത്താംശത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ. പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ഡിഗ്രി ബൈ 360 ഡിഗ്രി. ഇത് ആ സ്ഥാനത്ത് ആറിന്റെ സ്ഥാനത്ത് ആറിന്റെ വില കൊടുക്കുക, എക്സിന്റെ സ്ഥാനത്ത് എക്സിന്റെ വില കൊടുക്കുക. എന്നിട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പൈയുടെ വില കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ പൈയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പൈയുടെ വില ഇസ് ഈക്വൽ ടു ഇത്ര എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അതാണ് നിങ്ങളുടെ ഓപ്ഷൻ ആയിട്ട് നിങ്ങളുടെ പൈ ഗുണിച്ചിട്ടുള്ള ഉത്തരമാണോ തന്നിരിക്കുന്നത്, പൈ ഗുണിക്കാതെ വെറുതെ ആൻസറിലൂടെ പൈ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? അത് അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു പൈയുടെ വില നമ്മൾ ഗുണിക്കുന്നില്ലെങ്കിൽ പൈയുടെ വില അങ്ങനെ കൊടുത്തു. പൈയുടെ വില നിങ്ങൾ കൊടുത്തോ? 22/7 കൊടുത്തോ? 22/7 കൊടുത്തു. 22/7 കൊടുത്തു. അപ്പൊ ഞാൻ അത് തന്നെ വെച്ച് ചെയ്യാം. 22/7 പൈ എന്ന് പറയുന്നത് 22/7 എന്നാണ് അത് ഇൻറ്റു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 14ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 14ന്റെ സ്ക്വയറിന് പകരം നമുക്ക് ഇങ്ങനെ 14 ഇൻറ്റു 14 എഴുതിയാലും കുറച്ച് എളുപ്പമാണ്. എന്തിനാണെന്നറിയാമോ? ഇനി വെട്ടി ചെറുതാക്കാൻ പറ്റുന്ന വല്ല സംഖ്യയൊക്കെ ഉണ്ടെങ്കിലേ അത് എഴുതാൻ വേണ്ടിയില്ല. എക്സ് ഡിഗ്രി, എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ 22/7 ബൈ 360 ഉണ്ട് കേട്ടോ. അപ്പൊ 360 ഇവിടെ എഴുതും. ഇൻറ്റു എക്സ് ഡിഗ്രി ഉണ്ട്. ഒരു എക്സ് ഡിഗ്രിയുടെ അവിടെ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇൻറ്റു 36 ഇവിടെ ഇങ്ങനെ താഴെ എഴുതാണ്. താഴെ എഴുതാൻ ഇവിടെ തന്നെ എഴുതാം. 22/7 ഇൻറ്റു 14ന്റെ സ്ക്വയർ 14 ഇൻറ്റു 14 ഇൻറ്റു 36. എക്സ് ഡിഗ്രി എന്നുള്ളിടത്ത് 36 കൊടുക്കാം ബൈ 360. ഓക്കെ, അപ്പൊ ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നിങ്ങൾ ഇത് വെട്ടി ചെറുതാക്കി ഉണ്ടാവും. 14 7 2 പ്രാവശ്യം പോകും. അത് അവിടെ 2 വെട്ടിയിട്ട് എഴുതി. പിന്നെ 36 നമുക്ക് വെട്ടാം. 36 കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് വരും? 10 വരും. ഇനി 10 കൊണ്ടും അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്തതിന് പകരം നമ്മൾ ഈ 22 പിന്നെ ഒരു 2 പിന്നെ ഒരു 14 ഇതെല്ലാം കൂടി കുടിച്ചിട്ട് 10ന്റെ സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ടാലും മതി. അപ്പൊ
നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഒന്ന് പറയാമോ? ഫൈനൽ ആൻസർ ആരെങ്കിലും ചെയ്തെങ്കിലും ഒന്ന് വേഗം പറഞ്ഞേ. 61.6. 61.6 ആണ് ആൻസർ. ബാക്കിയുള്ളവർ ഇത് എത്തണം, ഈ ആൻസറിലേക്ക് എത്തണം. 61.6 സെന്റിമീറ്റർ സ്ക്വയർ, അതാണ് ഉത്തരം. അപ്പൊ 61.6 ഉത്തരം കിട്ടണം. നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിലും അവിടെ ഇപ്പൊ ആൻസർ നോട്ട് ചെയ്ത് വെക്കുക, ഈ ഉത്തരം തന്നെ കിട്ടണ്ടോ എന്ന് നോക്കുക. കാൽക്കുലേഷൻ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. പൈയുടെ വില 22/7 അതവിടെ കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 14 ആണ് ഇവിടെ റേഡിയസ്, ആരം. അത് 14 സ്ക്വയർ എന്ന് പറയുമ്പോൾ 14 × 14 സ്പ്ലിറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആ 7 വെച്ച് നമുക്ക് അതിനെ വെട്ടിച്ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റു 36. എക്സ് ഡിഗ്രി എന്ന് പറയുന്നിടത്ത് 36 ഡിഗ്രി കൊടുക്കണം. 36 ഹോൾ ഡിവൈഡഡ് ബൈ 360. ആ 36 നമ്മൾ 36 കൊണ്ട് വെട്ടി. ഒന്ന് അതിന്റെ 0 നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് അതാണ്ട് 1ന്റെ പുറത്തിട്ട് കൊടുത്തു, ദാറ്റ് ഈസ് 10 എന്ന് വായിക്കും നമ്മൾ അതിനെ. ഇനി അതുപോലെ തന്നെ എന്നിട്ട് ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ് പറഞ്ഞേക്കുന്നത് 61.6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? What is the area of a circle with radius 12 centimeter? റേഡിയസ് ഓഫ് ദ സർക്കിൾ തന്നിട്ടുണ്ട്, 12 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് സർക്കിൾ ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. ഏരിയ ഓഫ് സർക്കിൾ, സർക്കിളിന്റെ ഏരിയ, അതായത് നമ്മുടെ വൃത്തത്തിന്റെ പരപ്പളവ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. സർക്കിളിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? Pi r square. പൈ ആർ സ്ക്വയർ ആണ് അല്ലെ. പൈയുടെ വില കൊടുക്കണമെങ്കിൽ കൊടുക്കാം. 22/7 ഇൻറ്റു ആർ സ്ക്വയർ, റേഡിയസിന്റെ സ്ക്വയർ ആണ്. റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ 12 ആണ്. 12ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 12 × 12. അപ്പൊ നിങ്ങൾ മുകളിൽ കിടക്കുന്ന 22ഉം 12ഉം മറ്റേ 12ഉം എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ കിട്ടിയ ആൻസറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ലാതെ നമുക്ക് വെട്ടിച്ചേർത്താക്കാൻ പറ്റില്ല. കാരണം 7ന്റെ മൾട്ടിപ്പിൾസ് ഒന്നും അല്ല മുകളിൽ കിടക്കുന്നത്. 7ന്റെ ഒരു ഗുണിതവും അല്ല 22ഉം 12ഉം ഒക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് വെട്ടിച്ചേർത്താക്കാൻ പറ്റില്ല. സോ ബാക്കിയുള്ളതെല്ലാം കൂടി ഗുണിക്കുക. ന്യൂമറേറ്റർ എല്ലാം കൂടി ഗുണിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? നമ്മുടെ ഡിനോമിനേറ്റർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ കിട്ടിയ ആൻസർ ഒന്ന് പറയാമോ? 482.16 സെന്റിമീറ്റർ സ്ക്വയർ. 482.16 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതാണ് ആൻസർ. 482.16 കിട്ടുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കണം. കിട്ടാത്തവര് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തന്നിരുന്നതായിരുന്നു നമ്മൾ ഓണം വെക്കേഷന് മുമ്പ്. ഓക്കെ, ഇപ്പൊ നിങ്ങളത് ചെയ്ത് കിട്ടിയ ആൻസേഴ്സ് ആണ് ഇപ്പൊ പറഞ്ഞ. ഒന്നാമത്തേത് 61.6, രണ്ടാമത്തേത് 482.16. ഓക്കെ, കിട്ടാത്തവരാരെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നൊന്ന് പറഞ്ഞേ, ആർക്കെങ്കിലും കിട്ടാത്തത് ഉണ്ടായിരുന്നോ ഈ ആൻസേഴ്സ്? കിട്ടി, എല്ലാവർക്കും കിട്ടിയിരുന്നോ? ബാക്കി എല്ലാവരും അല്ലെ? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, കിട്ടേ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിരുത്തിട്ടുണ്ടോ? വേഗം ആൻസർ പറയാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കട്ടെ, നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ വേഗം കിട്ടണ്ടാന്ന്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, വലിയ പാടുള്ളതൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് തന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വേഗം പറയും, അത് വേഗം ആൻസർ ചെയ്തു പോകും. എന്നിട്ട് നമുക്ക് ബാക്കി സർക്കിൾസിന്റെ തന്നെ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇത് വേഗം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനേത്? Which of the following is odd? Odd one ചെയ്യാൻ പറയാറുണ്ടല്ലോ അല്ലെ. കൂട്ടത്തില് കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ട് അതിൽ നിന്ന് odd one എടുക്കാനായിട്ട് പറയാറുണ്ട്. ഇത് ഒരു കോമൺ, ഒരു ജനറൽ ആയിട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനകത്ത് അയൺ, കോപ്പർ, ബ്രോൺസ്, അലൂമിനിയം, ഇരുമ്പ്, ചെമ്പ്, വെങ്കലം, അലൂമിനിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ് ഇതിനകത്ത് പെടാത്തത്? എന്തെങ്കിലും അറിവുണ്ടോ ഇതിനെ കുറിച്ചൊക്കെ? ഏതായിരിക്കും കൂട്ടത്തിൽ പെടാത്തെ? വെങ്കലം. എന്താ അത് വെങ്കലം അതിനകത്ത് പെടാത്തത്? ഇനി റീസൺ? അത് ലോഹസങ്കരാണ്. അത് തന്നെ, അതൊരു സങ്കര ലോഹമാണ്. അതായത് ഇങ്ങനെ മിക്സ്ചർ പോലെ ഉള്ളതാണ്. ബാക്കിയെല്ലാം എന്താ പറയാ, പ്യുവർ ആയിട്ടുള്ള ലോഹങ്ങളാണ്. അലുമിനിയം, ചെമ്പ്, ഇരുമ്പൊക്കെ പ്യുവർ ലോഹങ്ങളാണ്. മറ്റേതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. വെങ്കല സങ്കര, ലോഹ സങ്കരം എന്നാണ് അതിനെ പറയാം. അപ്പൊ വെങ്കലമാണ് കേട്ടോ അതിനകത്ത് പെടാത്തത്. അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കൂടുതലും നമ്മൾ ആഡ് ചെയ്തേക്കണം ഓട് വണ്ണാത്ത്. അടുത്തത് എന്താ? 35, 47, 52, 63. ഈ പറയുന്ന സംഖ്യകളിൽ ഇതിനകത്തും ഇതുപോലെ തന്നെ ഓട് വൺ, എല്ലാം ഓട് വണ്ണാണ് ചോദിച്ചേക്കണം. ഒരു ഗ്രൂപ്പ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏതാണ്? 47 ആണ്. ഇതിനകത്ത് ഈ പറയുന്ന ഗണത്തിൽ പെടാത്തത്. 35, 47, 52, 63 എന്ന ഗണത്തിൽ പെടാത്തത്. എന്തുകൊണ്ടാ? 47
എന്ത് സംഖ്യയാണ്? അഭാജ്യസംഖ്യ. അഭാജ്യസംഖ്യയാണ്, പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ എന്താണ്? പ്രൈം നമ്പറിന്റെ പ്രത്യേകത, അഭാജ്യസംഖ്യകളുടെ പ്രത്യേകത. പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യസംഖ്യ ഒന്നും ആ സംഖ്യ അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടും ഒന്നും എന്താണ് പറയാ, അതേ സംഖ്യയും അല്ലാതെ മറ്റൊരു ഘടകങ്ങൾ ഇല്ലാതിരിക്കുന്ന സംഖ്യകളാണ് അഭാജ്യസംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കുമ്പോ അതിന് ഘടകങ്ങളാക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ 1 അതുപോലെ തന്നെ 5 എന്താ പറയാ അതേ സംഖ്യ അത് മാത്രം. ഇപ്പൊ 5 ഉദാഹരണം 1ഉം 5ഉം മാത്രമേ ഉള്ളൂ അതിന് ഫാക്ടേഴ്സ് ആയിട്ട്, അല്ലാണ്ട് 5ന് മറ്റു ഫാക്ടേഴ്സ് ഒന്നുമില്ല. അതുപോലെ ഒരുപാട് സംഖ്യകളുണ്ട്. ഇപ്പൊ 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 1ഉം 2ഉം അല്ലെ. 1ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 1ഉം 3. 5ന്റെ ഫാക്ടേഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 1ഉം 5 അല്ലെ. 6ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 1, 6, 2, 3. 1, 2, 3, 6. കണ്ടല്ലോ. അപ്പൊ ഇതിന് നോക്കാം, നമുക്ക് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നിലധികം അല്ല, രണ്ടിലധികം ഫാക്ടേഴ്സ് ഉണ്ട്. 1 എന്ന് പറയുന്നത് എല്ലാ സംഖ്യകൾക്കും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആണ്. അപ്പൊ ഒന്നേ വിട്ടേക്ക്. അപ്പൊ അതിൽ കൂടുതൽ, അതായത് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പറുകളൊക്കെ നമ്മള് കമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുക. ഭാജ്യസംഖ്യകൾ, COM POSITE കമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. ഇവിടെ ഇത് പ്രൈം നമ്പേഴ്സ് ആണ്. കാരണം ആ നമ്പറുകൾക്ക് 1ഉം അതേ സംഖ്യയും മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ. അങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉദാഹരണം പറയാമോ? 2, 3, 5 ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് പറയാമോ? 7 ഒരു പ്രൈം നമ്പർ ആണ്. 11, 13, 13, 17, 17, 19, 23 അങ്ങനെ പോകും അല്ലെ. 23. അപ്പൊ ചില ആളുകൾ വിചാരിക്കും 9 വരുമോ? ഇനി 9 പ്രൈം നമ്പറിൽ വരുമോ? 9 പ്രൈം നമ്പറിൽ വരുമോ? തീർച്ചയായിട്ടും വരില്ല. 9ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1, 3, 9 ആണ്. അപ്പൊ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളതൊന്നും അഭാജ്യസംഖ്യയല്ല. അപ്പൊ ആ ഒരു ഗണത്തിൽപ്പെട്ട സംഖ്യകളാണ് നമുക്ക് ഇപ്പൊ ഈ തന്നിരിക്കുന്നതില് 35. 35ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 35 പ്രൈം നമ്പർ അല്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പെടുത്താഞ്ഞത്. 35ന്റെ ഫാക്ടേഴ്സ് പറയാമോ? 1, 5, 7, 35. 35. അപ്പൊ 4 ഫാക്ടറുകൾ ഉണ്ട് 35ന്. അറിയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 35 ഒരു പ്രൈം നമ്പർ അല്ല, ഇറ്റ്സ് എ കമ്പോസിറ്റ് നമ്പർ. അതൊരു കമ്പോസിറ്റ് നമ്പർ, ഭാജ്യസംഖ്യയാണ്. പല ഘടകങ്ങളുണ്ട്, 2ലധികം ഘടകങ്ങൾ അതിന് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് അത് അഭാജ്യസംഖ്യയല്ല, പ്രൈം നമ്പർ അല്ല. ഇതൊന്നും പ്രൈം നമ്പർ അല്ലാട്ടാ. അതുകൊണ്ട് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അറിയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്യാം. 47 എന്ന് പറയുന്ന സംഖ്യക്ക് നമ്മൾ ഘടകക്രിയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒറ്റ ടേബിളിലും 47 എന്ന് പറയുന്നത് ഒരു നമ്മളുടെ എന്താ പറയാ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നമുക്കറിയാലോ, ഗുണന പട്ടിക. ഒരെണ്ണത്തിൽ പോലും 47 എന്ന് പറയുന്ന ഒരു സംഖ്യ വന്നില്ല. ചെറുത് 2 മുതൽ 12, 20 ഒക്കെ വരെ ചില ആളുകൾക്ക് ടേബിൾസ് അറിയാം. പക്ഷെ ഇതിലൊന്നും നോക്കി കഴിഞ്ഞാൽ നമുക്ക് 47 കാണാൻ പറ്റില്ല. അപ്പൊ 47 there is no other factors than 1 and 47. ഒന്നും 47 ഒഴികെ മറ്റൊരു ഫാക്ടറുകളും ഒന്നുമില്ല. അതുകൊണ്ട് 47 ആണ് ഈ പറഞ്ഞ ഗ്രൂപ്പിൽ പെടാത്തത്. 52ന്റെ ഫാക്ടേഴ്സ് ഉണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്, 52. അതല്ലാണ്ട് ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് 2ൽ കൂടുതൽ എന്തായാലും ഉണ്ട്. 1, 2, 52 ആയതുകൊണ്ട് ഈവൺ നമ്പർ ആണ്. ഇരട്ട സംഖ്യകളെല്ലാം 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 2 ഫാക്ടർ ആയിരിക്കും. എല്ലാ ഇരട്ട സംഖ്യകൾക്കും 2 എന്ന് പറയുന്ന ഘടകം ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ 2ൽ കൂടുതൽ ഓൾറെഡി ആയി, പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ 52 അല്ല, 63. 63ന്റെ ഫാക്ടേഴ്സ് പറയാമോ? 63ന്റെ ഫാക്ടേഴ്സ് 1, 9, 7, 9, 1, 3, 7, 9. 7, 9 അല്ലെ. 9, 7 സോറി 7, 9, 63. അപ്പൊ നോക്കാം, അവിടെയും 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ പെടാത്തത് 47 ആണ്. അതുകൊണ്ട് 47 നമ്മള് ടിക്ക് ചെയ്തു. ഓക്കെ, അടുത്തത് ഗോളം, വൃത്തം, ചതുരം, സാമാന്തരികം. സ്ഫിയർ, സർക്കിൾ, റെക്ടാങ്കിൾ, പാരലലോഗ്രാം. ഇതിലേതാ പെടാത്തെ? ഗോളം. ഉറപ്പിച്ചോ? ഗോളമാണെന്ന് ഉറപ്പിച്ചല്ലോ. എന്തുകൊണ്ട് ഗോളത്തെ തെരഞ്ഞെടുത്തു? 3 dimensional. ഗോളം എന്ന് പറയുന്നത് 3D ആണ്, 3 dimensional ആണ്. പ്രിസംസിന്റെ അതിനകത്ത് ഘനരൂപങ്ങളിൽ പെട്ടതാണത്. പ്രിസംസ് ഘനരൂപങ്ങൾ, സോളിഡ് ഫോംസിനകത്ത് പെട്ടതാണ് നമ്മളുടെ സ്ഫിയർ എന്ന് പറയുന്നത്. അതേസമയം
എന്താ പറയാ സർക്കിൾ, അതുപോലെ റെക്ടാംഗിൾ, സ്ക്വയർ, പാരലലോഗ്രാം, ട്രപ്പസിയം, അതൊക്കെ എന്തിലാ പെടുക? 2 ഡയമെൻഷനിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് ഇതൊന്നും ഇതിനകത്ത് പെടാത്തതാണ്, സ്ഫിയർ ആണ് ഒറ്റപ്പെട്ടത്. ഓക്കെ, അപ്പൊ അവിടെ ഇത് വെച്ചോട്ടെ, സ്ഫിയർ ആണ്, 3 ഡയമെൻഷനിലാണ്, ത്രിമാന എന്താ പറയാ ഘനരൂപം, ത്രിമാന ഘനരൂപത്തിൽ പെട്ടതാണ്, ഘനരൂപങ്ങളിൽ പെട്ടതാണ് നമ്മുടെ സ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് BCMOQSWY എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ 2 പെയർസ്, അതായത് പെയർ ആയിട്ടുള്ള അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലേതോ ഒരെണ്ണം ഈ പറയുന്ന ഗണത്തിന്റെ അടുത്ത് വരാൻ ചേർക്കാൻ പറ്റാത്തതാണ്. ഏതായിരിക്കും അത്? BC ആണ്. എങ്ങനെയാ അതിനെ BCനെ നമ്മൾ അതിൽ നിന്ന് മാറ്റിയെടുത്തു? ബാക്കിയെല്ലാം ഒന്നിടോട്ട്. BC മാത്രമാണ് ഇവിടെ അടുത്തടുത്ത് വരുന്ന ആൽഫബറ്റ്സ് ആയിട്ട് വന്നേക്കണേ, BC. അടുത്ത നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വ്യത്യാസം കാണാൻ പറ്റും നോക്കാം. MO, MNO, ഒരു അക്ഷരം സ്കിപ്പ് ചെയ്തിട്ടാണ് അടുത്ത അക്ഷരത്തിലേക്ക് എത്തിയേക്കണേ. ഒരെണ്ണം ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത അക്ഷരത്തിലേക്ക്. M കഴിഞ്ഞിട്ട് N സ്കിപ്പ് ചെയ്തിട്ടാണ് ഓയിൽ എത്തിയേക്കണം. അതുപോലെയാണോ നോക്കുക? അതുപോലെ തന്നെയാണോ? Q, PQ, RS അല്ലെ. ആറിനെ സ്കിപ്പ് ചെയ്തിട്ട് എന്ത് എഴുതി? S എഴുതി. അപ്പൊ അവിടെ ഒരു അക്ഷരം വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ W, X നെ സ്കിപ്പ് ചെയ്തിട്ടാണ് Y-ലേക്ക് എത്തിയേക്കണേ. അപ്പൊ ഏതാണ്? ബാക്കിയെല്ലാം ഒരുപോലെയാണ് ഇരിക്കണേ. M, N സ്കിപ്പ് ചെയ്തിട്ട് O വന്നിരിക്കുന്നു. അതുപോലെ Q, R സ്കിപ്പ് ചെയ്തിട്ട് S-ലേക്ക് പോയിരിക്കുന്നു. W, X സ്കിപ്പ് ചെയ്തിട്ട് Y-ലേക്ക് പോയിരിക്കുന്നു. അതേസമയം BC എന്ന് പറയുന്നത് അടുത്തടുത്ത ആൽഫബറ്റ്സും. ക്ലിയർ? മനസ്സിലായല്ലോ? ആർക്കെങ്കിലും ഒക്കെ വ്യക്തമാകാത്തതുണ്ടെങ്കിൽ, എങ്ങനെ അത് വന്നു എന്നറിയില്ലാത്തുണ്ടെങ്കിൽ അതിനാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ഉത്തരമൊക്കെ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ വേണമെങ്കിൽ അത് വിട്ട് കളഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അറിയില്ലാത്തത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അടുത്തത് എന്താ? കണ്ണുകൾ, ചെവികൾ, കാലുകൾ, വിരലുകൾ. ഇതില് ഏതാണ് പെടാത്തത് എന്നാണ്. കണ്ണുകൾ, ചെവികൾ, കാലുകൾ, വിരലുകൾ. വിരലുകളാണ്, ഫിംഗേഴ്സ് ആണ്. ഐസ്, ഇയേഴ്സ്, ലെഗ്സ്, ഫിംഗേഴ്സ്. അതില് വിരലുകളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് റീസൺ? എന്തുകൊണ്ട് വിരലിനെ നമ്മൾ മാറ്റി? ആണ് അല്ലെ, ജോഡികളാണ്. അതായത് 2 വീതമുള്ളതാണ്. കണ്ണ് 2 ചെവികൾ 2 കാലുകൾ 2 വിരലുകൾ അതിന്റെ ഒരു പാർട്ടാണ് അല്ലെ. ഇപ്പൊ ചെവി, കാലിനകത്തുള്ള വിരലുകളായാലും കൈകൾക്കുള്ള വിരലുകളായാലും അതിനകത്ത് വരുന്ന അതിന്റെ സബ് പാർട്ടുകളാണ് വിരലുകൾ എന്ന് പറയുന്നത്. അത് ഒന്നിലധികം എന്താ പറയാ 2 കൂടുതലുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. അടുത്തത് 81, 49. 49 എന്നാണോ? 149 ആണോ? ഓക്കെ, 81, 149, 121, 625. കൂട്ടത്തിൽപ്പെടാത്തത് 149 എന്തുകൊണ്ട്? എല്ലാം സ്ക്വയറുകളാണ് അല്ലെ. എന്തിന്റെയൊക്കെയോ സ്ക്വയറുകളാണ് ബാക്കി വന്നേക്കുന്ന സംഖ്യ. 81, that is the square of 9. 9ന്റെ സ്ക്വയർ ആണ് 81. അടുത്തതാ 125, സോറി 121 എന്ന് പറയുന്നത് 11ന്റെ സ്ക്വയർ ആണ്. അടുത്തത് 625, 25ന്റെ സ്ക്വയർ ആണ്. എന്നാൽ 149 എന്ന് പറയുന്നത് ഏതിന്റെയും സ്ക്വയർ അല്ല. ഇറ്റ്സ് നോട്ട് എ സ്ക്വയർ നമ്പർ, പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല കേട്ടാ. അപ്പൊ 149 പൂർണ്ണവർഗ സംഖ്യയല്ല എന്ന് എഴുതുക. 149 എന്ന് പറയുന്നത് ഒന്നിന്റെയും വർഗമല്ല. അതാണ് എഴുതണ്ടേ. ഇങ്ങനെയും കൂടി എഴുതി വെച്ചേക്കാം. 81 സമം 9ന്റെ സ്ക്വയർ. അതുപോലെ 121 11ന്റെ സ്ക്വയർ. 625 25ന്റെ സ്ക്വയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 80, 96, 78, 64. 80, 96, 64, 78. അതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്ത? 78. എന്തുകൊണ്ട് 78 കൂട്ടത്തിൽപ്പെടുന്നില്ല? ബാക്കിയെല്ലാം 8ന്റെ മൾട്ടിപ്പിൾസ്. ബാക്കിയെല്ലാം 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 8ന്റെ ഗുണിതങ്ങളാണ് പറഞ്ഞേക്കണേ അല്ലെ. 8 എന്ന് പറയുന്നതിന്റെ ഗുണിതങ്ങളാണ്. അതായത് 80 എന്ന് പറയുന്നത് 8 × 10. ഓക്കെ, 8ന്റെ ഗുണിതമാണ്. അടുത്തത് എത്രയാ? 96. 96 എന്ന് പറയുമ്പോ 8 × 12, അപ്പോഴും 8ന്റെ ഗുണിതമാണ്. അടുത്തത് 64. 64 എന്ന് പറയുന്നത് 8 × 8 ആണ്, അപ്പോഴും 8ന്റെ ഗുണിതമാണ്. എന്നാൽ 78 നമ്മളുടെ 8ന്റെ ഒരു മൾട്ടിപ്പിൾസിൽ വരുന്നില്ല.
ഓക്കെ ഓക്കെ. അടുത്തതാണ് വെണ്ടക്ക, ആപ്പിൾ, ഓറഞ്ച്, പേരയ്ക്ക. വെണ്ടയ്ക്ക. എന്തുകൊണ്ട്? ഇതിന്റെ ഇടയിൽ ബാക്കിയെല്ലാം ഫ്രൂട്ട്സ് ആയതുകൊണ്ട്. ബാക്കിയെല്ലാം ഫ്രൂട്ട്സ് ആണ്, വെണ്ടയ്ക്ക മാത്രം വെജിറ്റബിൾ ആണ് അല്ലെ? ഇത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അടുത്തത് എന്താ? 2, 3, 4, 5. 2, 3, 4, 5. ഇതിലേതാ പെടാത്തെ? 4. എന്താ കാരണം? ബാക്കിയെല്ലാം പ്രൈം നമ്പർ. 2, 3, 5 എല്ലാം പ്രൈം നമ്പറും 4 മാത്രം കമ്പോസിറ്റ് നമ്പറുമാണ് അല്ലെ? ഭാജ്യസംഖ്യയാണ്. 4ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 4 അല്ലെ? 1, 2, 4 എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ബാക്കി എല്ലാത്തിനും എന്താ പറയാ 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. 4ന് മാത്രം 3 ഫാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ 2-ലധികം ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ 4 എന്ന് പറയുന്നത് ഭാജ്യസംഖ്യ എന്ന് എഴുതണേ. 4 എന്ന് പറയുന്നത് ഭാഗ്യസംഖ്യ, മറ്റെല്ലാം അഭാജ്യസംഖ്യകളാണ്. ഓക്കെ. അടുത്തത് 71, 83, 85, 87, 89, 91. ഓക്കെ. ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്ത? 85. 85. ആണോ? എല്ലാവർക്കും 85 എന്നാണോ ഉത്തരം? ആർക്കെങ്കിലും ഏതെങ്കിലും ഡിഫറെന്റ് ഉത്തരം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാം. 71. അപ്പൊ 71. ഇനി ഇവിടെ ഉള്ള എല്ലാ നമ്പറും പറയരുത് ഓരോരുത്തരായിട്ട്. 85. 85, 71. നമുക്ക് ലീഡ് ചെയ്തിട്ടുള്ളത് ആരാന്ന് നോക്കാം. അവിടെ പിടിക്കാം. പറ്റോ? ഒരു ഉത്തരവുള്ളൂ ഉണ്ടാ, ഒരു ആൻസറേ ഉള്ളൂ. 2 ആൻസർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 85. ബാക്കിയുള്ളവർക്കൊന്നും ഉത്തരവില്ല. ആകെ 3 പേർക്ക് ഉത്തരവുള്ളൂ. നോക്കട്ടെ. 85 പറഞ്ഞ ആളുടെ റീസൺ പറയാമോ? എന്താണ് 85 സെലക്ട് ചെയ്യാനുള്ള കാര്യം? ബാക്കിയെല്ലാം പ്രൈം ബാക്കിയെല്ലാം നമ്പേഴ്സ്. ഉറപ്പിച്ചോ? എല്ലാം പ്രൈം നമ്പർ ആണെന്ന് ഉറപ്പിച്ചോ? 71, 81, 83, 87, 89, 91 ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണോ? എല്ലാം തന്നെ 91 അല്ല. 91 പ്രൈം നമ്പർ അല്ല. 91 ഓരോ സംഖ്യ തന്നെ കൂട്ടി വന്നതല്ലേ? ഇനി 71 പറഞ്ഞ ആൾക്ക് പറഞ്ഞേ എന്താ റീസൺ 71 സെലക്ട് ചെയ്യാനുള്ളത്? നോക്കട്ടെ. 85 പറഞ്ഞ ആളുടെ ഉത്തരം കിട്ടി. ഇനി 71 പറഞ്ഞ ആളെന്ന് പറഞ്ഞേ എന്താണ് 71 സെലക്ട് ചെയ്തത്? 83, 85, 87, 89, 91. അത് 2 കൂട്ടി വരുന്നത്, അതുകൊണ്ട് 71. അതാണ് ശരിയായ ഉത്തരം. 71 ആണ് ആൻസർ. ബിക്കോസ് ബാക്കിയെല്ലാം തന്നെ എന്താ പറയാ അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണ്. 83, 85, 87, 89, 91 അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണ്. കുറച്ച് ഡിസ്റ്റന്റിൽ നിൽക്കുന്ന ആളാണ് 71. ഇനി നേരത്തെ പറഞ്ഞ 85 സെലക്ട് ചെയ്ത ആള് ഓർക്കണം, അത് ബാക്കിയെല്ലാം പ്രൈം നമ്പർ എന്ന് പറഞ്ഞില്ലേ? തെറ്റാണ്. എല്ലാം പ്രൈം നമ്പർ അല്ല. 87 പ്രൈം നമ്പർ അല്ല. 87 പ്രൈം നമ്പർ അല്ല. 87 നമുക്ക് എന്ത് ചെയ്യാം? 3ന്റെ ടേബിളിൽ ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് 3 × 2 6, ബാലൻസ് 2 7, 27 9 പ്രാവശ്യം പോകും. ഓക്കെ. അപ്പൊ 27 കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ നോക്കിയേ 3 ഘടകമുണ്ട് 87-ന്, 29 ഘടകമുണ്ട്. അപ്പൊ തന്നെ ഘടകങ്ങളുടെ എണ്ണം കൂടിയില്ലേ? അപ്പൊ അത് അഭാജ്യസംഖ്യ അല്ലല്ലോ 87 എന്ന് പറയുന്നത്. കേട്ടല്ലോ? മനസ്സിലാക്കാട്ടാ. 87 അഭാജ്യസംഖ്യ അല്ല, അത് ഒരു കമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. കാരണം അതിനകത്ത് കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ 71 ആണ്. ബാക്കിയെല്ലാം അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണെന്ന് അവിടെ എഴുതി വെക്കുക. റീസൺ എഴുതി വെക്കണം കേട്ടോ. നമ്മള് എന്ത് ആൻസർ മാത്രം ടിക്ക് ചെയ്ത് പോകരുത്, ഇതിന്റെ റീസൺ കൂടി ചെയ്താ. ഓൾ ദ റെസ്റ്റ് ആർ ഓഡ് നമ്പർ, സോറി നിയറസ്റ്റ് ഓഡ് നമ്പേഴ്സ്. ബാക്കിയുള്ളതെല്ലാം അടുത്തടുത്ത ഒറ്റ സംഖ്യകൾ എന്ന് എഴുതി വെക്കാം. അടുത്തത് ചൂടെ കൊടുത്തിരിക്കുന്നതില് വീണ്ടും ഒറ്റപ്പെട്ടത് ഏത്? വേറിട്ടത് ഏത്? Which of the below numbers doesn't include in the group? 64, 8, 27, 25. 25. എങ്ങനെ? ബാക്കിയെല്ലാം ബാക്കി
4ന്റെ ക്യൂബ് 64, 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 27. ബാക്കിയെല്ലാം ക്യൂബുകളാണ്. ഏതൊക്കെയോ സംഖ്യകളുടെ ക്യൂബുകളാണ് ബാക്കിയുള്ളതെല്ലാം. 64 എന്ന് പറയുന്നത് 4ന്റെ ക്യൂബാണ്. അതുപോലെ 8 എന്ന് പറയുന്നത് 2ന്റെ ക്യൂബാണ്. അടുത്തത് 27 എന്ന് പറയുന്നത് 3ന്റെ ക്യൂബാണ്. എന്നാൽ 25 എന്ന് പറയുന്നത് 1ന്റെയും ക്യൂബ് അല്ല, 5ന്റെ സ്ക്വയർ ആണ് അല്ലെ. 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇതാണ് ഇതിനകത്ത് പെടാത്തത്. കേട്ടല്ലോ. ആൻഡ് അടുത്തത് 11, 13, 15, 17, 19. 15ആണ്. അതെന്താ കാരണം? അവിടെ 15 എന്ന് പറയുന്നത് മാത്രം കമ്പോസിറ്റ് നമ്പർ ആണ്. ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. 11, 13, 17, 19 എല്ലാം തന്നെ പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ് കേട്ടോ. മറ്റേത് 15 മാത്രമേ കമ്പോസിറ്റ് നമ്പർ ഉള്ളൂ. കാരണം 15ന് ഘടകങ്ങൾ വേറെയുണ്ട്. 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 15 ഉണ്ട്. അപ്പൊ അത് കാരണം 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് അത് പ്രൈം നമ്പർ അല്ല. അടുത്തത് വീണ്ടും കൂട്ടത്തിൽ പെടാത്ത സംഖ്യ 113, 114, 115, 117. 113. 115. 113, 115 രണ്ട് ആൻസർ വന്നല്ല. ഏതായിരിക്കും കറക്റ്റ്? 113 പറഞ്ഞു, 115 പറഞ്ഞു. 113. 113 ഉറപ്പിച്ചു എല്ലാവരും? എന്തേ 113 സെലക്ട് ചെയ്തേ? പ്രൈം നമ്പർ. 113 മാത്രമേ ഇതിനകത്ത് പ്രൈം നമ്പർ ഉള്ളൂ. ബാക്കിയെല്ലാം 3 കൊണ്ടും ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാണ്. 3 കൊണ്ടും 2 കൊണ്ടൊക്കെ പറ്റുന്ന സംഖ്യകൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം എന്താ പറയാ, കമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. 113 മാത്രമേ അതിന് ഫാക്ടേഴ്സ് ഇല്ലാത്ത സംഖ്യകളുള്ളൂ. വേറെ ഒന്നും സംഖ്യകൾ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്പർ ഇറ്റ്സെൽഫും പിന്നെ 1 മാത്രമേ അതിന് ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് 113 ആണ് കേട്ടോ, 115 അല്ല. വീണ്ടും 27, 33, 37, 39. 27, 33, 37, 39. ഇതിന്റെ കൂട്ടത്തിൽ പെടാത്തത് 37 ആണ്. കാരണം പ്രൈം നമ്പർ. പ്രൈം നമ്പർ ആയതുകൊണ്ടോ? 3യുടെ മൾട്ടിപ്പിൾസ്. ബാക്കിയെല്ലാം ഡിവിസിബിൾ ബൈ 3 ആണ് അല്ലെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യകളാണ് ബാക്കിയെല്ലാം. 27, 9 × 3 27 ആണ്. 33, 11 × 3 33 ആണ്. പിന്നെ 39, 13 × 3 39 ആണ്. അതുകൊണ്ട് 37 ആണ് ഇതിനകത്ത് പെടാത്തത് കേട്ടോ. 3ന്റെ ഡിവിസിബിലിറ്റിയിലുള്ളതാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാണ് ബാക്കിയെല്ലാം. നെക്സ്റ്റ് വൺ, അടുത്തത് ഓഡ് വൺ പറഞ്ഞിരിക്കുന്നത് WUS, ZXY, NLJ ആൻഡ് TSR. ഇതില് ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണെന്ന്? TSR. അതെന്താ കാരണം? ബാക്കിയൊക്കെ ഒന്നിടവിട്ടാ വരുന്നത്. ബാക്കിയെല്ലാം ഓരോന്ന് ഇടവിട്ട് WUS എന്നാണ് ആദ്യത്തെ പറഞ്ഞേക്കണേ. തിരിച്ച് റിവേഴ്സില് ഓരോന്ന് ഇടവിട്ട് അല്ലെ. ST, T ഇല്ല, റിവേഴ്സ് ആണ്. ഇങ്ങോട്ടേക്കാണ് പോയേക്കണേ, നേരെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ഒന്നിടവിട്ടെന്ന് പറയുമ്പോ W കഴിഞ്ഞ് X കഴിഞ്ഞ് Y ആണ് വരണ്ടേ. അതല്ലല്ലോ അവിടെ U അല്ലേ കിടക്കണേ. അങ്ങനെയല്ല, റിവേഴ്സിൽ നമ്മള് ബാക്ക്വേർഡ് ആണ് പോണ്ടേ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ST ഇല്ല, U ഉണ്ട്, W. അത് രണ്ടും അടുത്തടുത്ത UW. അടുത്തത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ZXV. അപ്പൊ V, പിന്നെ അതിനകത്തുനിന്ന് W സ്കിപ്പ് ചെയ്തു, X, പിന്നെ വന്നിരിക്കുന്നത് Z ആണ് അല്ലെ. അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന ഓരോന്ന് സ്കിപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് വന്നിട്ടുണ്ട്. പിന്നെ NLJ, JK ഇല്ല, L, M ഇല്ല, N. ഓക്കെ. പിന്നെ TSR ഏതാണ് അതിനകത്ത്? TSR RST. അത് നേരെ തന്നെ, അതിനകത്ത് ഗ്യാപ്പ് ഒന്നുമില്ല, ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. നേരെ തന്നെ ബാക്കോട്ട് എഴുതിയിരിക്കുകയാണ്, റിവേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്, ബാക്ക്വേർഡ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ എത്രാമത്തെ എടുക്കാൻ പറയാൻ പോകുന്നതെന്ന് അറിയാമോ? 16. 16 ആണ് കേട്ടോ, മറക്കരുത്.
അടുത്തത് ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് നിൽക്കണേ. ഒരു ഗ്രൂപ്പ് 3, 4, 5 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അതില് ഈ ഗ്രൂപ്പുകൾ ഏതാണ് പെടാത്തതെന്നാണ്. പിന്നെ ഒരെണ്ണമുണ്ട് 8, 6, 15 എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ്. പിന്നെ 8, 15, 17 8, 15, 17 എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ്. ആൻഡ് 5, 12, 13. ഈ ഗ്രൂപ്പുകൾ ഏതാണ് ഇതിനകത്ത് പെടാത്തത്? 4 ഗ്രൂപ്പുകൾ എന്നുണ്ട്. ഈ 4 ഗ്രൂപ്പുകളില് ഏതോ ഒരു ഗ്രൂപ്പ് ഈ പറയുന്ന ഗ്രൂപ്പുകളുമായിട്ട് ഒരു ബന്ധമില്ലാത്തതുണ്ട്. അത് ഏതാണെന്ന ചോദ്യം. കിട്ടിയില്ലേ ആർക്കും? 17 ആണോ? ഏതാ? 8, 15, 17. 8, 15, 17. 8, 15, 17 ഒരാൾ പറഞ്ഞേക്കണേ. വേറെ ഏതെങ്കിലും? മൂന്ന്, 4, 5. 3, 4, 5. എന്ത് ബന്ധാണ് 3, 4, 5 എന്ന് തെരഞ്ഞെടുക്കാനുള്ള കാരണം പറയാമോ? ഒരുമിച്ച് എന്തോ? ഇപ്പൊ 3, 4, 5 ഇത് എന്തുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പ് തെരഞ്ഞെടുത്തു? എന്ത് റിലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ അതിനെ ആക്കണമല്ലോ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് അതായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഇതാക്കാൻ പറ്റില്ല. ഇപ്പൊ നോക്കിയേ, ഞാൻ പറയാം. ഇപ്പൊ ഇതിനകത്തെ 2 സംഖ്യകൾ, ആദ്യത്തെ 2 സംഖ്യകൾ, ദാറ്റ് മീൻസ് ചെറുത് 2 സംഖ്യകള് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു വലിയ സംഖ്യ ദാറ്റ് ഈസ് 5. 5 സ്ക്വയർ. 3ന്റെ സ്ക്വയർ എത്രയാ? 9 അത് പ്ലസ് 4ന്റെ സ്ക്വയർ എത്രയാ? 16 ഈക്വൽ ടു 5ന്റെ സ്ക്വയർ എത്രയാ? 25. 25. ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് തന്നിരിക്കുന്ന ആ ഗ്രൂപ്പിലെ ചെറിയ 2 സംഖ്യകളുടെ വർഗം എന്ന് പറയുന്നത് വലിയ സംഖ്യയുടെ വർഗത്തിന് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാറ്റേൺ ആണോ ബാക്കിയുള്ള സംഖ്യകൾ ഫോളോ ചെയ്യണേന്ന് ഒന്ന് നോക്കുക നിങ്ങൾ. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ. ദാറ്റ് ഈസ് 9 പ്ലസ് 16 ഈക്വൽ ടു 25. അടുത്ത സംഖ്യകൾ നിങ്ങളൊന്ന് നോക്കി, എന്നിട്ട് ആ ഒരു രീതി വെച്ചിട്ട് ഏതെങ്കിലും ഗ്രൂപ്പിൽ പെടാത്തതിനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. എന്നെ നോക്കാട്ടാ, എല്ലാ സംഖ്യകളും നോക്കാം.
കിട്ടിയില്ലേ ആർക്കും? ആ പാറ്റേൺ വെച്ചിട്ട് വേറെ ഒന്നുമില്ല, അല്ലെങ്കിൽ എല്ലാം വേറെ വേറെയാണോ? ഒക്കെ വേറെ വേറെയാണോ? രണ്ടാമത്തത് മാത്രമല്ല, ബാക്കിയല്ലാതെ. ഏതാണ്? 8, 16, 15 എന്നുള്ള വരിയല്ല, ബാക്കിയെല്ലാം വരുന്നുണ്ട്. 8, 16, 15 മാത്രം വരുന്നില്ല, ബാക്കിയെല്ലാം വരുന്നുണ്ട് അല്ലെ? ബാക്കിയെല്ലാം ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തല്ലേ വരുന്നേ? ആ അതെ. അപ്പൊ പിന്നെ ഏതാ സെലക്ട് ചെയ്യേണ്ടത് നമ്മള്? 8, 16, 15. 15 അതാണ് കേട്ടോ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആൻസർ. 8, 16, 15. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ. 319, 320, 23, 353, 357. അതിലേതാ പെടാത്തെ? 353. 357. 353. എന്താ കാരണം? 3ന്റെ ഗുണിതം അല്ലാത്തോണ്ട്. അത് മാത്രം 3ന്റെ മൾട്ടിപ്പിൾ അല്ല, ബാക്കിയെല്ലാം ആണ് അല്ലെ? ഓക്കെ. അടുത്തതോ? 63, 13, 23, 43. 63. 63 ആണ്. കാരണം 63 മാത്രം ഭാഗ്യസംഖ്യയാണ്, ബാക്കിയെല്ലാം അഭാഗ്യസംഖ്യകളാണ് അല്ലെ? പ്രൈം നമ്പറുകളാണ്. ബാക്കിയൊന്നിനും വേറെ ഘടകങ്ങളൊന്നുമില്ല. 63 മാത്രമേ വേറെ ഘടകങ്ങളുള്ളൂ. 9, 3 ഒക്കെ ഘടകങ്ങളാണ്. അടുത്തത് 9, 25, 27, 36. 9, 27. 25. 9, 25, 27, 36. 27. 25. 27. ബാക്കിയെല്ലാം 3ന്റെ ഗുണിതമാ. 25. 25 ബാക്കിയെല്ലാം 3ന്റെ ഗുണിതം. 27 പറ്റൂലേ? ബാക്കിയെല്ലാം സ്ക്വയേഴ്സ് വരില്ലേ? 3 സ്ക്വയർ, 5 സ്ക്വയർ, 6 സ്ക്വയർ. 27 പറ്റും. ഓക്കെ. 27 എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം സ്ക്വയേഴ്സ് ആണ്. 27 എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ സ്ക്വയർ അല്ല. അങ്ങനെയും ആകാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനും കൂടി ഒന്ന് നോക്കേണ്ടി വരും കേട്ടോ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് തന്നേക്കണേ, അത് ആൻസർ അപ്പൊ സെലക്ട് ചെയ്യുമ്പോ അങ്ങനെ കൂടി നോക്കുക കേട്ടോ. ഇവിടെ ഇവരെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസർ 27 ആണ്. അപ്പൊ 27 ആകണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നതില്, കാരണം 27നെ മാത്രം മറ്റേതെങ്കിലും സംഖ്യകളുടെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റില്ല. മറ്റേ രീതിയിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ്, 25 ആണ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ടിക്ക് ചെയ്തിരിക്കുന്നത് 25 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എങ്കിൽ ബാക്കി എല്ലാത്തിനെയും നമുക്ക് എന്താ പറയാ, 3ന്റെ മൾട്ടിപ്പിൾസ്, 3ന്റെ ഗുണിതങ്ങളിൽ പെടുത്താം. അങ്ങനെയും ആകാം. ഓക്കെ. അത് നമ്മൾ ഓപ്ഷൻ കൂടി നോക്കിയിട്ട് വേണം ചെയ്യാൻ. അടുത്തത് സമചതുരം, ത്രികോണം, ഗോളം, പഞ്ചഭുജം. സമചതുരം, ഗോളം, പഞ്ചഭുജം. സ്ക്വയർ, ട്രയാങ്കിൾ, സ്ഫിയർ, പെന്റാഗൺ. ഗോളമാണ്. എന്താ? നേരത്തെ അതുപോലെ തന്നെ വന്നതാണ് അല്ലെ? ഗോളം മാത്രം 3 ഡയമെൻഷണൽ ആണ്, 3D ആണ്. ബാക്കിയെല്ലാം 2 ഡയമെൻഷണൽ പിക്ചേഴ്സ് ആണ്, ഫിഗേഴ്സ് ആണ്. അടുത്ത ACFG, PRUV, MDST, KMPQ. ഏതാണ്? MDST. കാരണം ബാക്കിയെല്ലാം ആദ്യം 1 ഇടവിട്ട് വരും, പിന്നെ 2 ഇടവിട്ട്. ആദ്യം ഒരെണ്ണം ഇടവിട്ട്. A, B ഇല്ല, C, D, E ഇല്ല, അത് കഴിഞ്ഞ് F അല്ലെ? G തൊട്ടടുത്ത ലെറ്റർ ഉണ്ട്. അപ്പൊ ആദ്യം ഒരു ലെറ്റർ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ലെറ്റർ എഴുതിയിരിക്കുന്നു. പിന്നെ അത് മൂന്നാമത്തെ ലെറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ 2 ലെറ്റർ സ്കിപ്പ് ചെയ്തിട്ടാണ് അടുത്ത ലെറ്റർ എഴുതിയേക്കണേ. ഓക്കെ. അപ്പൊ ആ രീതിയിലാണ് വന്നേക്കണത്. അങ്ങനെ വരുമ്പോ MDST എന്ന് പറയുന്നതാണ് അതിനകത്ത്, സോറി MPST ആണ് അല്ലെ? അതാണ് അതിനകത്ത് വരാത്ത, നമ്മളുടെ പാറ്റേണിൽ ആ പറയുന്ന രീതിയിൽ വരാത്തത്. ബാക്കിയെല്ലാം അത് അങ്ങനെയാണ്. KL സ്കിപ്പ് ചെയ്ത് MNO സ്കിപ്പ് ചെയ്തിട്ടാണ് P വന്നേക്കണം. ഓക്കെ. അപ്പൊ ആ രീതിയിലാണ് ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, വന്നിരിക്കുന്നു. അടുത്തത് 144, 576, 324, 196. 576. 576. ബാക്കി എല്ലാത്തിനും സ്ക്വയർ ഉണ്ട്. 576 സ്ക്വയർ ഇല്ല. 24 സ്ക്വയർ അല്ല? 24 സ്ക്വയർ ആണ് 576. അതല്ലല്ലോ ഉത്തരം. അഞ്ഞൂറ്റി 576 അല്ല അപ്പൊ ഉത്തരം. കാരണം 576 സ്ക്വയർ ഉണ്ട്. 24 സ്ക്വയർ ആണ് 576. 26ന്റെ സ്ക്വയർ ആണ് 676. ഏതെങ്കിലും
ഉത്തരമാർഗ്ഗത്തിൽ വേറെ കിട്ടിയോ? ഇല്ല, അത് കിട്ടിയില്ല. ഇല്ല. അതായത് നമുക്ക് നോക്കാം, സ്ക്വയർ തന്നെ വെച്ച് നോക്കാം. 144 എന്തിന്റെ സ്ക്വയറാ? 12. സ്ക്വയർ ആണ്. 576 ഞാനിപ്പോ പറഞ്ഞു 24ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, 24ന്റെ സ്ക്വയർ ആണ്. പിന്നെ എത്രയാ? 324 18ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, 196 ഇതിന്റെ സ്ക്വയർ ആണ്. 14ന്റെ സ്ക്വയർ ആണ്. എല്ലാം സ്ക്വയറുകളാണ് വന്നേക്കണേ. അപ്പൊ പിന്നെ ആ രീതിയിൽ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, സ്ക്വയറുകൾ തന്നെയല്ല വന്നേക്കണേ. പക്ഷേ സ്ക്വയറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഇതിനകത്ത് ഏതോ ഒരു എന്തെങ്കിലും ആ സ്ക്വയറുകളിലേക്ക് നോക്കിയേ, സ്ക്വയറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 3ന്റെ ഗുണിതം. 3ന്റെ ഗുണിതങ്ങളുടെ സ്ക്വയറുകളാണ് ബാക്കിയെല്ലാം വന്നേക്കണേ. 196 മാത്രം നോക്കിക്കഴിഞ്ഞാൽ 3ന്റെ ഗുണിതമല്ല, അല്ലെ? 3ന്റെ എന്ന് പറയാൻ വേണമെങ്കിൽ 6ന്റെന്നും പറയാൻ വേണമെങ്കിൽ നമുക്ക് 6ന്റെ മൾട്ടിപ്പിൾസിന്റെ സ്ക്വയേഴ്സ് ആണ്. 6ന്റെ ഗുണിതങ്ങളുടെ സ്ക്വയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, 3ന്റെ ഗുണിതങ്ങളുടെ സ്ക്വയേഴ്സ് എന്ന് പറയാം. പക്ഷെ 196 മാത്രം ഇതിൽ പെടില്ല. കാരണം 6ന്റെ ഗുണിതത്തിലും 14 ഇല്ല, അതുപോലെ തന്നെ 3ന്റെ ഗുണിതത്തിലും 14 ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് 196 അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ട കോഡ്. ഓക്കെ, നമ്പറുകളുടെ സമ്മ വെച്ച് നോക്കുമ്പോൾ നമ്പറുകളുടെ സമ്മ വെച്ച് നോക്കുമ്പോൾ 144 വരുമ്പോ 9, 576 വരുമ്പോ 18, 324 വരുമ്പോ 9, 196 വരുമ്പോ 16. അതിലും 3ന്റെ ഗുണിതം വെച്ചിട്ട് അല്ലെങ്കിൽ 3ന്റെ ഗുണിതത്തിൽ നോക്കണത് അങ്ങനെയാണല്ലോ, നമ്മൾ സം വെച്ചിട്ടാണ്, സമ്മിന്റെ ടോട്ടൽ നോക്കും. ഓക്കെ, അടുത്തത് എന്താ? 8:33, 8:33, 12:37, 7:22, 15 മീൻസ് 2 കുത്തിട്ടുണ്ട്, 46. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തതെന്നാണ്. പതിനഞ്ച് 46. നോക്കാം, നമുക്ക് 12 എന്ന് പറയുന്നത് 37 ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. 12 ഇൻറ്റു 12നെ 37 ഒരു ബന്ധമാണ് പറയുന്നത്. അപ്പൊ 12നെ 37 ആക്കണമെങ്കിൽ 3 12 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു 1 കൂട്ടിക്കഴിഞ്ഞാൽ 37 കിട്ടുമല്ലോ, അല്ലെ? 12 ഇൻറ്റു 3 പ്ലസ് 1 37, 36 37. ഇനി അടുത്തത് 7 ഇൻറ്റു 3 പ്ലസ് 1. അപ്പൊ എത്ര? 7 ഇൻറ്റു 3 20. 7 ഇൻറ്റു 3 21, 21 പ്ലസ് 1 22. അതും ആ രീതിയിൽ ശരിയായി. അടുത്തത് ഏതാ? 15 ഇൻറ്റു 3 45 പ്ലസ് 1 46. കറക്റ്റ് ആയി. ഇനി ആദ്യത്തെ ഞാൻ എഴുതിയില്ല. 8 ഇൻറ്റു 3 പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ആദ്യത്തെ സംഖ്യകളെല്ലാം 3 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുമ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന രണ്ടാമത്തെ അതിന്റെ ചേർന്ന് കിടക്കുന്ന രണ്ടാമത്തെ സംഖ്യ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കിട്ടണ്ടേ? 8 ഇൻറ്റു 3 24, 24 1 25 കിട്ടണ്ടേ? പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? 33. അപ്പൊ അതാണ് ഗ്രൂപ്പിൽ പെടാത്തത് കേട്ടാ. 8:33 എന്ന് പറയുന്നത് പെടുന്നില്ല. യെസ്, ആൻഡ് നെക്സ്റ്റ് വൺ 1000, 8000, 16000, 27000. ഇതിലേതാ ഗ്രൂപ്പിൽ പെടാ? 1000, 8000, 16000, 27000. പതിനാറായിരം. 16000 ആണ്. എങ്ങനെ വന്നു 16000?
ആ പൂജ്യം ഞാൻ പൂജ്യം മാറ്റുകയാണെങ്കിൽ ഓക്കെ, പൂജ്യം മാറ്റുകയാണെങ്കിൽ ഇപ്പൊ നോക്കാം, പൂജ്യം മാറ്റി എന്ന് വിചാരിക്കും, പിന്നെ അത് വെട്ടാണ്. അപ്പൊ പൂജ്യം മാറ്റി, 3 എണ്ണത്തില് എല്ലാത്തിലും 3 പൂജ്യങ്ങൾ കോമൺ ആയിട്ടുണ്ട്. പൂജ്യം മാറ്റി, 1 ക്യൂബ്, അത് 1 തന്നെയാണോ? അല്ലെ? 1 ഇനി 8 പറയാൻ കിട്ടണമെങ്കിൽ എങ്ങനെ വരാം? 2ന്റെ ക്യൂബാണ് 8. 2 × 2 4, 4 × 2 8, അങ്ങനെ 2ന്റെ ക്യൂബ്. എടുത്തത് 16 എന്ന് പറയുമ്പോ ഏതിന്റെ ക്യൂബാണ്? അല്ല, ഇതിന്റെ ക്യൂബ് ഉണ്ടോ? 27 നോക്കൂ, 27,000 27 ഏതിന്റെ ക്യൂബാണ്? ആണ് 9. അപ്പൊ അങ്ങനെ വരുമ്പോ 4ന്റെ ക്യൂബ് ശരിക്കും പറഞ്ഞാൽ 64 വരണ്ടേ, പക്ഷെ അവിടെ അങ്ങനെ ഇല്ല, 16,000 ആണ് തന്നേക്കുന്നത്. അതുകൊണ്ട് 16,000 അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഖ്യയുടെ ക്യൂബായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല 16,000. അതുകൊണ്ട് 16,000 ആണ് എന്താ പറയാ വ്യത്യസ്തമായ സംഖ്യ ഗ്രൂപ്പിൽ പെടാത്തത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ, റെഡ്, അതിലേതാ പെടാത്തെ? മഞ്ഞ. പ്രാഥമിക വർണ്ണ ബാക്കിയില്ല. ബാക്കിയെല്ലാം പ്രൈം കളേഴ്സ് ആണ്. പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നതാണ്, പ്രൈം കളർ വിഭാഗത്തിലാണ് വരിക. അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതാണ് പിന്നെയുള്ള ബാക്കിയുള്ള കളറുകളൊക്കെ. പ്രകൃതിയിൽ ഉണ്ടായിരുന്ന കളറുകളിൽ, അതായത് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്ന കളറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മനുഷ്യന്മാര് കുറെ പുതിയ കളേഴ്സ്, ഇന്നൊക്കെ എന്തോ കളറിനൊന്നും ഒരു പഞ്ഞുമില്ല, ഇഷ്ടം പോലെ കളറുകൾ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പല കളേഴ്സ് ഒക്കെ മിക്സ് ചെയ്ത്, അല്ലെ? ഒരുപാട് കളറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് പല കളേഴ്സ്, നമുക്ക് പുതിയ കളേഴ്സ്. അതുകൊണ്ടാണല്ലോ വസ്ത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ കളർ, പെയിന്റുകള് ഒക്കെ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നൊക്കെ പല കളേഴ്സ് മിക്സ് ചെയ്താൽ വേറെ പുതിയൊരു കളർ കിട്ടും എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ പ്രാഥമിക വർണ്ണങ്ങളാണ് മറ്റേത് 3, മഞ്ഞ അല്ലാത്ത കളറാണ്. ഓക്കെ, യെസ്. ഇനി സർക്കിൾസിലെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തരാം, ഞാൻ തരാം, നിങ്ങൾ ഒന്ന് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. ഇങ്ങനെ കുറച്ച് ഒന്ന് എല്ലാം കൂടി കുറെ കണക്കൊക്കെ ചെയ്തു വരുമ്പോ ഇങ്ങനെയുള്ള ഇടയ്ക്ക് ചില അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ലേ, അല്ലെ? കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്തു. അങ്ങനത്തെ ഒക്കെ വരുമ്പോ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ മറന്നു പോകും, പെട്ടെന്നൊക്കെ അത് ശ്രദ്ധിക്കാതെയൊക്കെ തപ്പലൊക്കെ വന്നിട്ട് ചില മിസ്റ്റേക്കുകൾ വരുത്തും. അതൊക്കെ അവോയ്ഡ് ചെയ്യണോട്ടാ. അതൊക്കെ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങളുടെ ഓപ്ഷൻസ് കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. ഏതാട്ടെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. തന്നിരിക്കുന്ന ചിത്രത്തിലെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് കാണുക. തന്നിരിക്കുന്ന ചിത്രത്തിലെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് കാണുക. ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം ഇതാണ് കേട്ടോ. അതായത് ആ വൃത്താംശത്തിന്റെ ഈ ഒരു കഷ്ണം, അതാണ് അതിന്റെ ഇവിടെ ആംഗിള് വന്നിരിക്കുന്നത് 60 ഡിഗ്രി എന്നാണ്. 60 ഡിഗ്രി ആംഗിള്. റേഡിയസ് വന്നിരിക്കുന്നത് 3 സെന്റിമീറ്റർ. ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫിഗർ. ആണല്ലോ ഇവിടെ. സ്ക്രീനിൽ കാണാൻ പറ്റില്ല. വന്നു. ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ പരപ്പളവ് കാണാനാണ്. അപ്പൊ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക? ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ പരപ്പളവ് കാണണമെങ്കിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന് എന്തെങ്കിലും പേര് പറയാൻ പറ്റുമോ? ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് നമുക്ക് പ്രത്യേകിച്ച് പേരൊന്നും വിളിക്കാനില്ല. എന്നാൽ നമ്മളിപ്പോ പഠിച്ചതിൽ നിന്ന് നമുക്ക് കുറച്ച് ഒരു പേര് വിളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമുക്ക് ഫിഗർ ആയിട്ട് തന്നേക്കണേ. അതായത് വൃത്താംശം, സെക്ടർ, അല്ലെ? വൃത്തത്തിന്റെ ഒരു ഭാഗം, ഒരു സെക്ടർ ആണ് തന്നേക്കണേ. ആ സെക്ടർ എന്ന് പറയുന്നത് രൂപീകൃതമാകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അത് ഫോം ചെയ്യുന്നത് ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം, അതിന്റെ ഉള്ളിൽ കൂടി അതിന്റെ പുറത്തേക്ക് കൂടി ഒരു കർവ്ഡ് ഭാഗം, ഒരു വക്രഭാഗം കൂടി ചേരുമ്പോഴാണ് അതൊരു വൃത്താംശമാകുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ പരപ്പളവ് മാത്രം കാണാൻ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തിട്ട് പറഞ്ഞാൽ മതി. കണക്ക് ഉത്തരവൊന്നും പറയണ്ട, എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. വൃത്താംശത്തിന് ട്രയാങ്കിളിന്റെ പരപ്പളവ് കുറയ്ക്കണം. യെസ്, അങ്ങനെ തന്നെയാണ്. വൃത്താംശത്തിന്റെ പരപ്പളവ് കാണുക, അതുപോലെ തന്നെ ട്രയാങ്കിളിന്റെ അത് വന്നിരിക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക, എന്നിട്ട് അത് തമ്മിൽ കുറച്ചാൽ മതി. ആ വൃത്താംശം ആ ത്രികോണത്തിന്റെ ഉള്ളിൽ പെട്ടേക്കാണ്, വൃത്താംശത്തിന്റെ ഉള്ളിൽ പെട്ടിരിക്കുകയാണ് ത്രികോണം. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ മാറ്റിയാൽ പോരെ. അപ്പൊ വൃത്താംശത്തിന്റെ പരപ്പളവ് നമ്മൾ തൊട്ട് മുന്നിൽ ഇന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ
ഹോംവർക്ക് പറഞ്ഞപ്പോ നമ്മൾ പഠിച്ച ഇക്വേഷന്റെ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ഡിഗ്രി ബൈ 360. അത് വെച്ച് നിങ്ങൾ വൃത്താംശത്തിന്റെ പരപ്പളവ് കാണുക. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക. ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ എന്താ? ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? ഇത് എന്ത് ത്രികോണം ആയിരിക്കാം? ആംഗിള് 60 ഡിഗ്രി തന്നെയാണ്. അപ്പൊ എന്തായിരിക്കും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതെ, സമഭുജ ത്രികോണാണ്. സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ അത്? √3/4a². യെസ്, √3/4a². അതാണ്, ഇതാണ് ഇക്വേഷൻ. അത് അവിടെ എഴുതി വെക്കണം. അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക, വൃത്താംശത്തിന്റെ പരപ്പളവ് കാണുക, അത് രണ്ട് തമ്മിൽ കുറയ്ക്കുക. വൃത്താംശത്തിന്റെ പരപ്പളവിൽ നിന്ന് ത്രികോണത്തിന്റെ പരപ്പളവ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് കിട്ടും. ചെയ്യാലോ? ഒന്ന് വേഗം ചെയ്തേ. ത്രികോണത്തിന്റെ പരപ്പളവാണ് ഈ ഇക്വേഷൻ എഴുതി വെച്ചത്. നമുക്കറിയാം വൃത്താംശത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയതാ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ഡിഗ്രി ബൈ 360 ഡിഗ്രി. രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് രണ്ടിന്റെയും പരപ്പളവുകൾ കാണുക, എന്നിട്ട് അത് മൈനസ് ചെയ്യാം. ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. പൈയുടെ വാല്യൂ കൊടുക്കേണ്ടി വരും. കാരണം എന്താ? പൈയുടെ വാല്യൂ കൊടുക്കേണ്ടി വരും, √3യുടെ വാല്യൂ കൊടുക്കേണ്ടി വരും കേട്ടോ പ്രോബ്ലം ചെയ്യുമ്പോൾ. കാരണം എന്താന്ന് അറിയട്ടെ, നമ്മള് മൈനസ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് കാണണ്ടേ. അപ്പൊ മൈനസ് ചെയ്യണമെങ്കിൽ പൈയുടെ വാല്യൂ പൈ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് √3യുടെ വാല്യൂ കൊടുക്കാതെ √3 എന്ന് പറഞ്ഞിട്ടാൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല, മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പൈയുടെ വാല്യൂ ഒക്കെ ഇട്ട് ഗുണിച്ച് √3ന്റെ വിലയൊക്കെ ഇട്ട് ഗുണിച്ച് അത് തമ്മിലെല്ലാം സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം അത് തമ്മിൽ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളത് ചെയ്ത എന്റെ ആൻസർ കണ്ടുപിടിക്കുക കേട്ടാ. ഞാൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള 2 ഹോംവർക്കും കൂടി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നേക്കാം. അത് നിങ്ങളുടെ ആൻസറിന്റെ കൂടെ അവരോട് സെൻഡ് ചെയ്യാനായിട്ട് പറയാം. നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷൻസ് തരുമല്ലോ. അപ്പൊ സൊല്യൂഷൻസിന്റെ കൂടെ 2 ക്വസ്റ്റ്യൻ ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരിക്കും.
അത് നിങ്ങൾ ആൻസർ ചെയ്യുക. അതിന്റെ ഒപ്പം ഹോംവർക്ക് പോലെ ചെയ്യാൻ പറ്റില്ലേ? ചോദ്യം പറഞ്ഞു വരുമ്പോ സമയം പോകും. ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ തരില്ലേ? ഓക്കെ, ചെയ്യാൻ പറ്റും. അപ്പൊ അത് ചെയ്യാട്ടെ. 2 ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്ട്രാ തന്നേക്കാം. ഇതിന്റെ ആൻസറും ആ തരുന്ന ക്വസ്റ്റ്യന്റെ ആൻസറും എല്ലാം കൂടി ചെയ്തു വെച്ചേക്കാം അടുത്ത ദിവസത്തേക്ക്. ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ അതുമായിട്ട് അടുത്ത ദിവസം വരാൻ നോക്കാം. അടുത്തൊരു ടോപ്പിക് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതുമായിട്ട് വരാൻ നോക്കാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ സർക്കിൾസിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റേ ഇതും പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് വന്നത് ക്ലാസ്സുകൾ എടുക്കാനായിട്ട്. എന്താ പറയാ, നമ്മളുടെ ഔട്ടർ ആംഗിൾ, ഇന്റീരിയർ, പുറം കോണും അകക്കോണും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നതുകൊണ്ടാണ് അതൊക്കെ വെച്ചിട്ടുള്ളത് വന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും എന്തെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിക്കണേ. നിങ്ങൾ എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് വരാം, അല്ലെങ്കിൽ എന്റെ ഇഷ്ടവുമായിട്ട് വരാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം, ആൻസർ ചെയ്യാം. ഇല്ല, അങ്ങനെ പർട്ടിക്കുലർ ഒരു ആഗ്രഹമില്ല. എല്ലാം പഠിച്ചു എല്ലാവരും. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ടോപ്പിക് ഇഷ്ടമുള്ള ടോപ്പിക്കുമായിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു.